ലേവ്യ പുസ്തകം 20-ാം അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ മോലെക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. അവൻ തൻ്റെ സന്തതിയെ മോലെക്കിന് കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. അവൻ തൻ്റെ സന്തതിയെ മോലെക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ചു കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലെക്കിനോട് പരസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പിൻ. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയെയും ശപിച്ചു, അവൻ്റെ രക്തം അവൻ്റെ മേൽ ഇരിക്കും. ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരുത്തൻ മരുമകളോടുകൂടെ ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവർ നികൃഷ്ട കർമ്മം ചെയ്തു, അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു, അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലും ഇരിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ദുഷ്കർമ്മം. നിങ്ങളുടെ ഇടയിൽ ദുഷ്കർമ്മം ഇല്ലാതിരിക്കേണ്ടതിന് അവനെയും അവരെയും തീയിലിട്ട് ചുട്ടുകളയണം. ഒരു പുരുഷൻ മൃഗത്തോടുകൂടെ ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരു പുരുഷൻ തൻ്റെ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ തൻ്റെ സഹോദരിയെ പരിഗ്രഹിച്ച് അവളുടെ നഗ്നത കാണുകയും അവൾ അവൻ്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം. അവരെ അവരുടെ ജനത്തിൽ മുമ്പിൽ വെച്ച് തന്നെ സംഹരിച്ചു കളയണം. അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവൻ തൻ്റെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോടുകൂടെ ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രവം അനാവൃതമാക്കി, അവളും തൻ്റെ രക്തസ്രവം അനാവൃതമാക്കി. ഇരുവരും അവരുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. നിന്റെ അമ്മയുടെ സഹോദരിയുടെയോ അപ്പൻ്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. അങ്ങനത്തവൻ തൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയെ അനാവൃതയാക്കുന്നുവല്ലോ, അവർ തങ്ങളുടെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഇളയപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ചാൽ അവൻ ഇളയപ്പൻ്റെ നഗ്നത അനാവൃതമാക്കി, അവർ തങ്ങളുടെ പാപം വഹിക്കും. അവർ സന്തതിയില്ലാത്തവരായി മരിക്കണം. ഒരുത്തൻ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ അത് മാലിന്യം. അവൻ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കി, അവർ സന്തതിയില്ലാത്തവർ ആയിരിക്കണം. ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെയൊക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്തിഴയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായി ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന്
ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷൻ ആകട്ടെ സ്ത്രീ ആകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ലേവ്യ പുസ്തകം 21-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടത് എന്തെന്നാൽ, പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവന്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത്. എന്നാൽ തൻ്റെ അമ്മ, അപ്പൻ, മകൻ, മകൾ, സഹോദരൻ, തനിക്കടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനനാകാം. അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കിയാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത്. അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്രിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കിയും അരുത്. തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം. വേശ്യയെയോ ദുർനടപ്പുകാരത്തെയോ അവർ വിവാഹം കഴിക്കരുത്. ഭർത്താവ് ഉപേക്ഷിച്ചു കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത്. അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാകും. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകിയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധൻ ആകുന്നു. പുരോഹിതന്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധമാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിൽ ഇട്ട് ചുട്ടുകളയണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നു. ഞാൻ യഹോവ ആകുന്നു. കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത്. ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. പുരോഹിതനായ അഹ്റോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ. അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത്. തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശ്ശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിങ്കൽ അടുത്തു വരികയും അരുത്. അവൻ അംഗഹീനനല്ലോ. അവൻ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. മോശെ ഇത് അഹ്റോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. ലേവ്യ പുസ്തകം 22-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹ്റോനും അവൻ്റെ പുത്രന്മാരും സൂക്ഷിച്ച് നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം. ഞാൻ യഹോവ ആകുന്നു. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം. ഞാൻ യഹോവ ആകുന്നു. അഹ്റോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ
വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനമുണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെങ്കിലും വല്ല അശുദ്ധിയും ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെയെങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടു തീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും. പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം. അതവൻ്റെ ആഹാരമല്ലോ. താനേ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനെയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവ ആകുന്നു. ആകയാൽ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ അടുക്കൽ വന്ന് പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ ഒരുത്തിനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം. ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം. പുരോഹിതൻ്റെ മകൾ അന്യകുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാട് ഒന്നും ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പൻ്റെ ആഹാരം ഭക്ഷിക്കാം. എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം 1/5 കൂട്ടി പുരോഹിതന് കൊടുക്കണം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത്. അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിൻ്റെ കുറ്റം വരുത്തരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിൽ ഉള്ള പരദേശികളോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധാദാനങ്ങളാകട്ടെ ഇവയിലേതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരാണായിരിക്കണം. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാന യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം. അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ട് അർപ്പിക്കാം. എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകിയില്ല. വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത്. അന്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകാൻ തക്കവണ്ണം അർപ്പിക്കണം. അന്ന് തന്നെ അതിനെ തിന്നേണം. രാവിലെ വരെ അതിൻ്റെ ഒട്ടും ശേഷിപ്പിക്കരുത്. ഞാൻ യഹോവ ആകുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ യഹോവ ആകുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടേണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവ ആകുന്നു. ലേവ്യ പുസ്തകം 23-ാം അധ്യായം.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചുകൂട്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് ഒരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്താകുന്നു. അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യ സമയത്ത് യഹോവയുടെ പെസഹ. ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം നിങ്ങളുടെ വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. സാമാന്യ വേലയൊന്നും ചെയ്യരുത്. നിങ്ങൾ 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിൻ്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻ കുട്ടിയെ അർപ്പിക്കണം. അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവ് ആയിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം. അതിൻ്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞ് ആയിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പത്തോടു കൂടെ 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടിൻകുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജനയാഗവും പാനീയയാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം. 1 കോലാട്ടുകൊറ്റനെ പാപയാഗമായും 1 വയസ്സു പ്രായമുള്ള 2 ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായും അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവ പുരോഹിതനു വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അന്ന് തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറകളുമായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. നിങ്ങളുടെ നിലത്തിലെ വിളവ് എടുക്കുമ്പോൾ വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത്. കാല പെറുക്കിയുമരുത്. അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം.
അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. യാതൊരു വേലയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബത്ത് ആചരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാരപ്പെരുന്നാൾ ആകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം. അന്ന് അന്ത്യസഭായോഗം. സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. യഹോവയുടെ ശബത്തുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സ്വമേധാ ദാനങ്ങളും കൂടാതെ അതേ ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കേണ്ടതിന് വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചുകൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ. ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത, 8-ാം ദിവസം വിശുദ്ധ സ്വസ്ഥത. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. സംവത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7-ാം മാസത്തിൽ അത് ആചരിക്കണം. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു.